പ്രിയരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു മിമിക്രി നൊസ്റ്റാൾജിയ എന്നൊരു പ്രോഗ്രാമാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏതൊരു പ്രോഗ്രാമിന്റെയും വിജയം എന്ന് പറയുന്നത് മുന്നിലിരിക്കുന്ന കാണികളുടെ ആ രണ്ട് കൈ കൂട്ടിയടിച്ചുള്ള മനോഹര ശബ്ദം തന്നെ. എല്ലാവരും കൈയടിച്ച പ്ലീസ്. അപ്പൊ പ്രിയരെ, എൻ്റെ പേര് കലാഭവൻ പ്രമോദ് എന്നാണ്, വീട് തൃശ്ശൂർ. അപ്പൊ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ പൂരം. ഈ പൂരത്തിന് കൂടുതൽ മാറ്റുകൂട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പൂരവസാനമുള്ള വെടിക്കെട്ട് തന്നെയാണ്. ആ വെടിക്കെട്ട് അനുകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ കിടക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും തൃശ്ശൂർ പൂര വെടിക്കെട്ടിലേക്ക് ഹാർദമായ സ്വാഗതം. എവിടേക്ക് നോക്കണേ? കഴിഞ്ഞ അത്രേ ഉള്ളൂ. ഇത്ര പേരൊന്ന് കൈയടിച്ച ഈ ശബ്ദമല്ല കേട്ടോ, എനിക്കറിയാം. ഒന്ന് കൈയടിക്കും, മലപ്രകാരമല്ലേ. ഇനി ചില ശബ്ദ വ്യത്യാസത്തിന്റെ കാര്യം പറയാം. ട്രെയിനിന്റെ കാര്യം എടുക്കാം. ട്രെയിനിന്റെ ശബ്ദം ഒരു സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമല്ല, ഒരു ഇരുമ്പ് പാലത്തിന്റെ മുകളിൽ കൂടി കടന്നു പോകുമ്പോൾ. നമ്മളൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് ആ പാലത്തിന്റെ മുകളിൽ കൂടി കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദ വ്യത്യാസം. ഇത് ട്രെയിൻ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം. അപ്പോ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് പോകുമ്പോൾ ട്രെയിന് വേറെ ശബ്ദമാണ്, അത് വ്യത്യാസമുണ്ട്. അപ്പൊ ട്രെയിനിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഒരു ട്രെയിൻ ഓപ്പോസിറ്റ് നിന്ന് പാസ് ചെയ്യുന്നു, ആ ശബ്ദം അനുകരിക്കുകയാണ്, ആ ശബ്ദ വ്യത്യാസം അവതരിപ്പിക്കുകയാണ് ട്രെയിനിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ശബ്ദം. ഇനി ഈ കാബൂളിവാല സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? ഈ കാബൂളിവാല സിനിമയില് മനോഹരമായൊരു ബ്യൂഗിൽ മ്യൂസിക് ഉണ്ട്. അതെന്റെ കണ്ടനാൾ കൊണ്ട് അവതരിപ്പിക്കുകയാണ്. കാബൂളിവാലയിലെ മനോഹരമായ ബ്യൂഗിൽ മ്യൂസിക്. ഇനി പട്ടി
പട്ടിയുടെ കാര്യം തന്നെ എടുക്കാം. പട്ടിക്ക് പലതരം പട്ടികൾക്ക് പലതരം ശബ്ദം. ഇപ്പൊ ഡോബർമാൻ ഭയങ്കര മുഴക്കമുള്ള ശബ്ദമാണ്. വിശ്വസ്തനായ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോബർമാന്റെ ശബ്ദം ഇങ്ങനെ ഭയങ്കര പേടിയാവും. എന്നാ പോമറേനിയൻ നായിക്കൂടി വീട്ടിലൊക്കെ പെറ്റായിട്ട് ഓടിച്ചാടി നടക്കുന്നത് പോമറേനിയൻ. ഇത് കുറയ്ക്കുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. പോമറേനിയൻ കുറയ്ക്കുന്നത് ഇങ്ങനെയാണ്. എന്നാൽ നമ്മുടെയൊക്കെ നാടൻ പട്ടി തെണ്ടിപ്പട്ടി എന്നൊക്കെ വിളിക്കും. ഇതിന്റെ കൊര വളരെ രസകരമാണ്. നാടൻ പട്ടി കുറയ്ക്കുന്നത് ഇനി മിക്സി വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വീട്ടുപകരണം. മിക്സിക്ക് ഉണ്ട് ശബ്ദ വ്യത്യാസങ്ങൾ. ഇതിന്റെ കാര്യം പറയുമ്പോൾ മിക്സി പഴയ മിക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ശബ്ദം കൂടും. പഴയ മിക്സി വർക്ക് ചെയ്യുന്ന ശബ്ദം ഒക്കെ തൂവിപ്പോയി. എന്നാൽ പുതിയ മിക്സി വരയ്ക്കുന്നത് വളരെ ലേറ്റ് ആണ്, ശബ്ദം കുറവാണ്. പുതിയ മിക്സി വരയ്ക്കുന്നത് പ്രിയമുള്ളവരെ, മരിച്ച വളരും പല രീതിയിലേക്ക് അറിയാം. അതായത് ചില ആർത്തലച്ച് കരയും, ചില വിങ്ങിപ്പൊടയും. മരണം വിളിക്കാതെ വരുന്ന അതിഥി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ എൻ്റെ വീടിന്റെ അടുത്തുള്ള ചേച്ചി, ആ ചേച്ചിയുടെ ഭർത്താവ് മരിച്ചപ്പോ കണ്ടത്, എന്റെ ദൈവമേ ഇന്നലെ വരെ എങ്ങനെ നടന്ന ചേട്ടനാണ് ചേട്ടാ, എനിക്ക് എന്റെ പിള്ളേർക്കാരുണ്ട് എന്നൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചേച്ചിയുടെ മകള് വന്ന് കട്ടൻ ചായ കൊടുത്തു. ഈ കട്ടൻ ചായ കുടിച്ചോണ്ട് ചേച്ചി, എന്തൊരു ചൂടാണ്ടിയപ്പോ ആറ്റിട്ട് കൊണ്ടുവരണ്ടേ, ചുണ്ടുപൊള്ളിയിലേ കൊല്ലാനാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ തന്നെ ചേച്ചിയുടെ കാര്യത്തില്ല. അപ്പൊ പലരും പല രീതിയിലൊക്കെ അറിയാം. അതൊന്നുമല്ല അവതരിപ്പിക്കുന്നത്. ഒരു ട്രെയിൻ ഡ്രൈവറുടെ അച്ചാച്ചൻ മരിച്ചാൽ പുള്ളി എങ്ങനെ കരയാ എന്ന് നോക്കാം. ഒരു ട്രെയിൻ ഡ്രൈവറുടെ അച്ചാച്ചൻ മരിച്ചാൽ അദ്ദേഹം കരയുന്നത് അയ്യോ ഇങ്ങനെയായിരിക്കും. ഇനി കൊച്ചുകുട്ടികളെ, വീടിന് അലങ്കാരമാണ്, കെടാവിളക്കാണ്. കൊച്ചുകുട്ടികളെ എന്തെങ്കിലും പ്രോഗ്രാം പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടാൽ ആ പഠിച്ചത് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു കൊച്ചുകുട്ടി സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന കുറച്ച് കലാപരിപാടികൾ അവതരിപ്പിക്കുകയാണ്. ഒരു ചിഞ്ചുമോൾ ചെറിയ കുട്ടി അവതരിപ്പിക്കുന്ന പ്രകട പ്രസംഗം. മനുഷ്യൻ എത്ര സുന്ദരമായ പദം, ഫലമൂലയിലും പച്ചമാംസയിലും തിന്ന വളർന്ന മനുഷ്യൻ, കുഹുകൂരിലും ഋഷുക്കൂറിലും താമസിച്ച മനുഷ്യൻ എന്ന് ചന്ദ്രനിൽ കാലോത്തിരിക്കുന്നു. അതുകൊണ്ട് ജലമാണക്കെട്ടുന്നതി വിദഗ്ധാക്തുണ്ടാക്കാൻ അവൻ പഠിച്ചു. പക്ഷികളെ പോലെ ആകാശത്തിൽ പാടി നടക്കാനും അവൻ പഠിച്ചു. സമൂഹത്തിൽ പരസ്പരം പാടി വയ്ക്കാനും അവൻ പഠിച്ചു. ആടുമട്ടത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയ നമ്മൾ ഇങ്ങനൊരു ഭക്തിയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോ. ഇസ്രാത്തിലെ ഭക്തിയാനാണ് ഇതൊരു ഹിന്ദു ഭക്തിയാനം. തേടുവരും കണ്ണുള്ളിൽ ഓടയാക്കും സ്വാമി, നിലവിളക്കിൽ കതിരൊള്ളിൽ കതിരൊളിയും സ്വാമി, അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി. ഇതൊരു ക്രിസ്ത്യൻ ഭക്തിയാനം. തേടുവരും കണ്ണുള്ളിൽ ഓടയാക്കും യേശു, നിലവിളക്കിൽ കതിരൊള്ളിൽ കതിരൊളിയും യേശു, അയ്യപ്പനേശു അയ്യപ്പനേശു. താങ്ക് യു. മലയാള സിനിമയിലെ മറ്റൊരു താരം, അദ്ദേഹത്തിന്റെ നഷ്ടം മലയാള സിനിമയ്ക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഏത് വേഷം കൊടുത്താലും വളരെ തന്മയത്തോട് ചെയ്യുന്ന ഒരു താരമായിരുന്നു. മറ്റാരുമല്ല, കാർപ്പറായിട്ടുള്ള ശങ്കരാടി ദേവി. ശങ്കരാടി കാണും, ഒരു കുഴപ്പമില്ല.
താങ്ക് യു. മലയാള സിനിമയിലെ കരുത്തുറ്റ ശബ്ദത്തിനുടമ ഒരുപാട് നല്ല വേഷങ്ങൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച് ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അനുഗ്രഹീതനായ നടൻ ശ്രീ തിലകൻ ചേട്ടൻ ലഭിക്കാം. വേദിയിൽ തിലകൻ. എന്റെ മനസ്സാക്ഷി കോടതി കൊണ്ടാടുന്ന കേസിന്റെ വാദം പിത്തം കവമലം മൂത്രം പരിശോധന റിപ്പോർട്ട് എനിക്കിപ്പോ കിട്ടണം. എന്നെ മനസ്സിലായില്ലേ? ഞാൻ തിലകൻ. ഇവരാരും നോക്കിച്ചിട്ടില്ല, ചരിത്രമില്ല. വേണേ പരിശോധിച്ച് നോക്കാം. ഓണം, വിഷു, ചാവഴേന്ദ്ര, മണ്ണാങ്കട്ട വിശേഷം ഏതുമായിക്കൊള്ളട്ടെ, പക്ഷെ കലണ്ടർ അത് മനോഹര നമ്മ തന്നെ. താങ്ക് യു, താങ്ക് യു. മലയാള സിനിമയിലെ മറ്റൊരു താരം, അതായത് വക്കീൽ വേഷങ്ങൾ വളരെ ഡയലോഗ് വീരൻ സുകുമാരൻ, അദ്ദേഹത്തെ അനുകരിക്കുകയാണ്. വേദിയിൽ സുകുമാരൻ. അയ്യോ രാമം, എനിക്കറിയാം അമ്പടിക്കള്ളി ആദ്യം പറഞ്ഞപ്പോ ഞാനെങ്കിൽ വിശ്വസിച്ചില്ല. പിന്നെ ആരെങ്കിലും എന്തെങ്കിലൊക്കെ പറഞ്ഞെന്ന് കരുതി വെറുതെ ഇമോഷണൽ അവതരിച്ചു വീട്ടിൽ കളയന്റെ മാഷി. അയ്യോ പാവം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പ്രിയമുള്ളവരെ, മലയാള സിനിമയിലെ നിന്ന് വിട്ട് നമുക്കൊരു താരത്തെ അവതരിപ്പിക്കാം. എല്ലാവർക്കും അറിയുന്ന പ്രഭാഷണ കലയിൽ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന, ഇപ്പോൾ നമ്മയെല്ലാം, അതായത് ഈ കഴിഞ്ഞ വർഷം നമ്മയെല്ലാം വേർപിരിഞ്ഞു പോയ സുകുമാർ അഴീക്കോട് മാഷിനെ വേദിയിൽ അനുകരിക്കുകയാണ്. വേദിയിൽ സുകുമാർ അഴീക്കോട്. നമ്മളൊക്കെ പറയുന്നില്ലേ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ, അതൊന്നും ശരിയല്ലേട്ടോ. ഈ സാഹിത്യത്തിൻ്റെ അഭൗമ മേഖല എന്നൊക്കെ പറയുന്നത് അതിനെയാണ്. വളരെ ലളിതമായ ഭാഷയിൽ ഉച്ചകോടി എന്താണെന്ന് ഞാൻ പറയാം. ഉച്ചകോടി എന്ന് പറയുന്നത് സ്വച്ഛന്തപരവും സ്വതന്ത്രവുമായ സ്ഫടിക ദണ്ടിൽ നിന്നും ഉണ്ടാകാവുന്ന മിളിച്ച ഘടികാരപരമായ തന്മാത്രയിൽ ഉണ്ടാകുന്ന ചെറുതരം കണ്ണികയാണ് ഉച്ചകോടി. എന്തെങ്കിലും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. താങ്ക് യു, താങ്ക് യു. പ്രിയമുള്ളവരെ, അടുത്ത വേദിയിൽ അവതരിപ്പിക്കുന്ന മലയാള സിനിമയിലെ കുട്ടികൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ ഇഷ്ടനായകൻ, ജനപ്രിയ നായകൻ ദിലീപിന്റെ ശബ്ദം അനുകരിക്കാം. വേദിയിൽ ജനപ്രിയ നായകൻ ദിലീപ്. പരിഷ്കൃത മറക്കണമെന്ന് പറഞ്ഞോളൂ, മറക്കാം. ഈ നാട്ടിൽ നിന്ന് പോണെന്ന് പറഞ്ഞോളൂ, അതും മാറാം. പക്ഷെ കൺമുമ്പിൽ നിന്നുള്ള ഒഴിഞ്ഞു മാറില്ല. അതും ഇതെല്ലാം സന്തോഷം മാത്രമല്ല, ദുഃഖം കൂടി പങ്കിടാനാ ഞാൻ തന്നെ സ്നേഹിച്ചത്. ആർക്കും വിട്ട് കൊടക്കില്ല ഞാൻ. തൻ്റെ ചിരിയും കണ്ണും മൂക്കും എല്ലാം എനിക്ക് സ്വന്താക്കണം. പിള്ളേച്ച രുക്മിണി എനിക്കിഷ്ട, അവളെ ഞാൻ പൊക്കും. പിള്ളേച്ചിന് ചെയ്യാൻ പറ്റുന്ന പിള്ളേച്ചിനെ ഇങ്ങോട്ട് ചെയ്യും. ആരോടും പറയല്ലേ, അമ്പിച്ചരാട്ടോ. താങ്ക് യു, താങ്ക് യു. ഇനി മലയാള സിനിമയിൽ മറ്റൊരു താരത്തിന് രണ്ട് ശബ്ദം അനുകരിക്കാം. ജനാർദ്ദനൻ ജനൻ. അദ്ദേഹം പണ്ട് CBI ഡയറി കുറിപ്പൊക്കെ ഉള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം, വില്ലൻ വേഷം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം ആദ്യം അനുകരിക്കുകയാണ്. ആ പഴയകാല ജനാർദ്ദനൻ. ഓ എന്റെ കർത്താവ്, ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റി. എടാ, അന്ന് പാലക്കാടുകാരൻ വെങ്കടേശൻ ഇന്ന് കോവൈ വെങ്കടേശ എന്ന് വെറുതെ ഇല്ല, ലോട്ടറി അടിച്ചിട്ടാ തമ്പി വെറുതെ കലാട്ടപ്പുണ്ടെങ്കിലാത്. എന്റെ കർത്താവ്. ഇങ്ങനെയായിരുന്നു. എന്നാൽ അദ്ദേഹം കോമഡി വേഷം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആ ശബ്ദം അനുകരിക്കുകയാണ്. ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ശബ്ദം. ഓ എടാ തമ്പി, നീ തക്കപ്പനല്ല, പൊന്നപ്പനാ പൊന്നപ്പൻ. എടാ എള്ളു തല്ലയൊടിയടാ അവന്റെ മുട്ടുകാരൻ. എടാ തമ്പി, എന്തല്ല അവന്ത്. ഇങ്ങനെയാണ്. ഇനി അവസാനമായി വേദിയിലെത്തുന്ന താരം മലയാള സിനിമയിലെ കോളേജ് കുമാരിമാരുടെ സ്വപ്ന കാമുകൻ ഇന്ദ്രൻസ്. ഉണ്ണികൃഷ്ണ 4ാം ക്ലാസ്സിൽ 4 കൊല്ലം തോറ്റപ്പോ എന്നോട് അമ്മച്ചി പറഞ്ഞു പഠിക്കണ്ടെന്ന്. അതേ പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. മൊയിലാളി ചവന്മാരുമായി സംസാരിക്കാൻ ലക്ഷ്യമില്ല. മൊയിലാളി സത്യസന്ധമോ കണ്ടിട്ടുണ്ടോ? ഒന്ന് നോക്കിട്ട് ആഹാ രാധക്കുഞ്ഞെ, ഞാനൊരു കവിത ചൊല്ലട്ടെ. അച്ഛനുറങ്ങിക്കിടക്കുന്നു നിറ്റലം, അച്ഛൻ കൊച്ചച്ഛൻ അച്ഛൻ തച്ചൻ അമിതാഭച്ചൻ. പ്രിയരെ, ഇത്രയും നേരം എന്നോട് വളരെ
നല്ല രീതിയിൽ സഹകരിച്ച മലപ്പുറം നിവാസികൾക്ക് എൻ്റെ സ്നേഹ നിർഭരമായ ആശംസകൾ നന്ദി അറിയിക്കുകയാണ്. മാത്രവുമല്ല, ഈ 2013 കഴിഞ്ഞപ്പോൾ അല്ലെ 2012-13 ഈ 2013 ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. മലയാള സിനിമയുടെ രണ്ട് ധ്രുവങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനും. ഇവിടെ ഞാനൊരു പരീക്ഷണം നടത്തുകയാണ്. ഇവിടെ ലാലേട്ടനായിട്ട് വന്നിട്ട് അങ്ങനെ തന്നെ ഒരു മമ്മൂക്കയാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒറ്റ മുടിയിൽ, ഒറ്റ മീശയിൽ, ഒറ്റ മൂക്കിൽ, ഒറ്റ ചൂണ്ടിൽ, ഇതില്ല, മുഖം മാത്രം. എല്ലാവരും മുഖം കിട്ടിക്കഴിഞ്ഞാൽ സ്നേഹം മാത്രം ഉണ്ടാകും. ഇവരെ മുഖമായിട്ട് എൻ്റെ മുഖത്തിൽ യാതൊരു ബന്ധവുമില്ല. തോന്നിക്കഴിഞ്ഞാൽ സിറാജിനെ ഓർമ്മിക്കരുത്. പരമാവധി ഞാൻ വെളുപ്പിച്ചിരിക്കുകയാണ്, വെളുക്കാനാകില്ല. ഓക്കെ, മ്യൂസിക് നേടിയിട്ടുണ്ട് കേട്ടോ, അത് നോക്കിക്കോ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മോനെ ഒന്ന് ബേക്കിൽ വാങ്ങുന്നു. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലൂറും. അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. പല നാളായി താഴെ ഇറങ്ങാൻ ഒരു തിടുക്കം. ഈ പേജിനൊരു കയ്യേറ്റ് കൊടുക്ക്. എടി എൻ്റെ മുടിക്കാ കയ്യേറ്റേണ്ടി. എന്നോട് എപ്പോഴും പറയും അങ്ങാടിക്കാർ, സിറാജിൻ്റെ മുടിയൊന്ന് പോയിട്ട് ഒന്ന് കോലത്തിൽ നടക്കും. ഓല് കാണാണ്ട് കളിച്ചതായിരുന്നു ഇത്രയും കാലം. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്. അതാരാണ്? ഇദ്ദേഹത്തിന്റെ വായ നോക്കിയ വായ. മറ്റൊരു വില്ലനുണ്ട്. ആവേശം എന്ന ചിത്രത്തിലൂടെ ആവേശം സൃഷ്ടിച്ച ആ പഴയകാല വില്ലൻ. പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം, മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമല്ലിക ചൂടാം. ഇതളിതളായി എന്നുള്ളിൽ മിടുക്കനാ ഒരു മകനാ, സുന്ദരയാ ഒരു ഭാര്യ, എനക്കാരുണ്ടോ രാഘവ പറയൂ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകനാരാണ്? അങ്ങേ കട്ടിലെ മുളല് കെട്ടി ഇങ്ങേ കാട്ടിലെ മുളല് കെട്ടി കാട്ടല കണ്ടല്ല മുളുന്ന സിംഹത്തിൽ വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞ രാത്രി തളർന്നു. നീലാകാശ
ലാലേട്ടനോടാകുകയല്ലേ. വില്ലൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ വിറച്ചിരുന്നൊരു വില്ലനുണ്ട്. ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരതവാട് നേടിയ നമ്മുടെ സ്വന്തം ബാലൻ കെ നായർ സാർ. ഒന്ന് നല്ലൊരു കൈയ്യടി എടുക്കുമ്പോൾ വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വമുണ്ടായത്? രവീന്ദ്രന്റെ കാട്ട് മൂപ്പരെ വായിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ ഇളന്തേങ്ങന്റെ കൊപ്പര വലിയ അല്ലേ? ഏറ്റവും നല്ല ആസ്വാദകരാണ്, ഏറ്റവും നല്ല കലാകാരന്മാർ. ആ പഴയകാല രവീന്ദ്രേട്ടന്റെ ആ ഡാൻസിലേക്ക് സ്വാഗതം. എന്റെ കൽവിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലൂറും അത്തരൊന്നു വേണ്ടേ, അത്തരൊന്നു വേണ്ടേ എന്റെ കൂട്ടുകാരാ, സുൽത്താന്റെ ചേലുകാരാ. അനുരാഗ വിലോചനായി അതിലെ വാതിലിൽ വാതിലിൽ കാതോർത്തു നീ നിന്നില്ലേ, പാതിയിൽ പാടാത്തൊരാ തേനൂറിടും മിശലായി. വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ, നാം അറിയാതാടുകയാണീ ജീവിതവേഷം. കണ്ണീരിനൊരു വേഷം, സന്തോഷം പുതുവേഷം, നിഴൽ നാടകമാടുകയല്ലോ ജീവിതമാകെ. നല്ല പാട്ടല്ലേ? ആ പാട്ടിന് വേണ്ടി കൈയടിക്കണം കേട്ടോ അല്ലേ? അടിയിലത്തെ പേജിന് കൈയടി കൂടെ ആരെങ്കിലും ഒന്ന് കൈവക്ക. ഒരു പാട്ട് വെക്കാൻ വേണ്ടിട്ടല്ലേ സ്വാമി? സ്വാമിയല്ലേ പറഞ്ഞ് സംഗീതം എന്റെ സാരാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ. സ്വാമി ഒന്ന് കൈവക്ക. അപ്പൂപ്പ അപ്പൂപ്പ ഒന്ന് കൈവക്ക. എനിക്കിപ്പോ പാട്ടൊന്നും വേണ്ട. കൃഷ്ണേട്ട കൃഷ്ണേട്ട ഒന്ന് കൈവെക്കുക. എനിക്ക് പാട്ട് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്റെ മെഴുകില്ല, എന്റെ മെഴുകില്ല. ഉണ്ണേട്ടാ എന്താ വിനോദ്? വിനോദ് ഉണ്ണേട്ടനെ ഓർമ്മയുണ്ടോ? ആ ഉണ്ണേട്ടനെ ശരിക്കും ഓർമ്മയുണ്ടോ വിനോദ്? ആ ഉണ്ണേട്ടാ എന്താ വിനോദ്? ഉണ്ണേട്ടന്റെ വീട് എവിടാ? ഉണ്ണേട്ടന്റെ നാട് എവിടാ? ഉണ്ണേട്ടന്റെ വീട് എവിടാ? ആയിക്കോ ആയിക്കോ, അതിനായി ഡയലോഗ് എല്ലാം അടിച്ച്. കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാറാ, പട്ടുകുപ്പായക്കാരാ പട്ടുകുപ്പായക്കാരാ, നിന്നോട് ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. എന്തൊരു മധുരം നീ പ്രണയം, എങ്ങനെ മലരെ ഞാൻ പറയും. പുതുമഴയാണോ മധുവഴകാണോ കുളിരിൻ മഞ്ഞലയോ? വെയിൽ ചില്ല പൂക്കും നാളിൽ കളിത്തൊട്ടിലാടി, കിളി നൊന്തു പാടിയ രാഗം രാരീരം രാരോ, അതു മനമാകെ നിറഞ്ഞേ.
दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगर तेरा साथ न छोड़ेंगे കരളേ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നും കിണുങ്ങാതെ അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ तेरी मेरी मेरी तेरी प्रेम कहानी है मुश्किल दो लफ्जों में बयां ना हो पाए ഇതൾ മാഞ്ഞൊരോർമ്മയല്ല ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ കഥച്ചു പോയാൽ കഥച്ച മമ്മൂട്ടി. ഓക്കെ, എന്ത് മേഴ്സിയെ ഞാനല്ല കൊന്ന്, അവളെന്ത് തെറ്റിയതാണ്. എനിക്ക് അവളെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല. ഈ ലോകത്ത് ഞാൻ ആരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ മേഴ്സി മാത്രമായിരുന്നു. എനിക്കവൾ ജീവനായിരുന്നു, എന്റെ മോളായിരുന്നു മേഴ്സി, എന്റെ ഭാര്യയായിരുന്നു മേഴ്സി, എന്റെ അമ്മയായിരുന്നു മേഴ്സി. മേഴ്സിയുടെ എല്ലാമായിരുന്നു, മേഴ്സിയുടെ എല്ലാമായിരുന്നു, മേഴ്സി. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന അടുത്ത എനിക്ക് കളിക്കാനൊന്നുമില്ല. നിങ്ങൾ ഇപ്പം ചെയ്യുന്നു വിളിക്കും, അടുത്ത പ്രാവശ്യം ഞാനിത് കളിക്കും. അല്ല എൻ്റെ ഇത് തന്നെയേ ഉള്ളൂ. ഞാനിത് ഒരുപാട് കണ്ടതാ അല്ലേ. അപ്പോ ഇതില് മമ്മൂക്കാന്റെ വേറൊരു സാധനം, ഇതല്ലാത്ത മമ്മൂക്ക മൃഗയെ ചെയ്തൊരു സംഭവമുണ്ട്. മൃഗയില് അല്ലേ, അതിൽ തിലകൻ ചേട്ടനൊക്കെ ഉണ്ട്. അത് കുമ്പസരിക്കാൻ വരുന്നതാണ്. അതിൽ തിലകൻ ചേട്ടനുണ്ട്, ഭീമൻ രഘുചേട്ടൻ വളരെ മനോഹരമായിട്ടൊരു ഭ്രാന്തളകലുണ്ടായി. അതൊക്കെ ചെയ്യും. ഓക്കെ, ആ വോയിസാണ് ചെയ്തത്. അച്ചോ, എനിക്കത് കുമ്പസരിക്കണച്ചോ. നേരം വെളുക്കട്ടെ, വെള്ളം അടിച്ചോണ്ട് വന്നിരിക്കുന്നു. കുമ്പസാരമൊക്കെ സത്യക്രിസ്ത്യാനികൾക്ക് പറഞ്ഞിട്ടുള്ള ഒയ്ക്കോണ്ടമ്മേന്ന് ഞാനൊരു തുള്ളി കുടിച്ചിട്ടോ. നേരം വെളുക്കാൻ കാത്ത ഞാൻ ചങ്ക് പൊട്ടി തന്നു വെച്ചോ. തോമസ് തൊട്ടി തന്നല്ലോ, ഞാൻ കൊന്നതാ. മനസ്സിൽ നേരെ അച്ഛൻ പോലീസ് പറഞ്ഞു. എന്നാലും മനസ്സമാധാനം ഉണ്ടാകാൻ കുഞ്ഞച്ഛന് ഭ്രാന്തളയോ അറിഞ്ഞില്ലേ? കുഞ്ഞച്ഛന് ഭ്രാന്തളകി. എന്റെ കർത്താവേ, അച്ഛോ, എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാതാകച്ചോ. ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്തൊരു വൈദ്യുണ്ട്. അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും, അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും, അവിടെ എത്തിച്ചാൽ രക്ഷപ്പെടും. ഞാൻ ആരും കൊണ്ടുപോകാനാ? ഞാൻ കൊണ്ടുവച്ചു. അരുണി, അസംബന്ധം പറയാതിരിക്ക. വാറുണ്ടേ മാപ്പ. दोस्ती हम नहीं तोड़ेंगे तोड़ेंगे दम मगर तेरा साथ न छोड़ेंगे കരളേ കരളിന്റെ കരളെ എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയെ വെറുതെ നിന്നും കിണുങ്ങാതെ അങ്ങനെ നീ കലമ്പാതടി കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ.
എനിക്കാരുമില്ല കാക്കാച്ചമ്മ, എനിക്കാരുമില്ല. ഇതൾ മാഞ്ഞൊരോർമ്മയല്ല, ഒരു മഞ്ഞു തുള്ളി പോലെ അറിയാതലിഞ്ഞു പോയി. നിലാവേ നിലാവേ മായുമോ കിനാവും നോവുമാ. കൊണ്ടുവാ ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ. Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? Pora, nammade energy ke poi ennu kai ediche. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടാ ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്മസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണിഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണാ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. तुमसे प्यार हमें है कितना
जाने जाना, तुमसे मिलकर तुमको है बताना. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെ ഇടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടുപോകരുത് നീ ഈ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈല് കളഞ്ഞു പോയിട്ടുണ്ട്. നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ കളഞ്ഞു പോകാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും. അതാണ് പ്രശ്നം. അപ്പൊ അത് ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണോ മൈക്ക് ചെക്ക് ചെയ്താണ്. ഇത് മൈക്ക് ചെക്ക് ചെയ്താണോ? ഇത് മതി. എന്ന് പറയുന്നത് അല്ലെന്ന് ഞാനിത് മൈക്ക് ചെക്ക് ചെയ്താണ്. ഇത് മതി. അത് ശരി. ആരാ? ഞാൻ ഇവിടെ പരിപാടിക്ക് വന്നതോ? മിമിക്രി ചെയ്യാൻ വേണ്ടി വന്നാണല്ലോ ഇവിടെ. ഞാന് അല്ലല്ല, ഇവിടെ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അല്ല, ശരിക്കും ഞാനല്ല ഇവിടെ. ഞാൻ വരണ്ടേ? അല്ല, ഞാനല്ല. ഞാൻ ഇന്ന ഞാനാക്കി. ഞാനല്ല. ഞാൻ ഇവിടുത്തെ ഞാനല്ല. ഞാനല്ല ഇവിടെ വരണ്ടേ. ഇന്ന മിമിക്രി ഇന്ന ഞാനാക്കി. എന്റെ ഗുരു ഇവിടെ വന്നിക്കണേ. നിന്റെ ഗുരു ഓനാണ് ഇവിടെ വരണത്. ശരി, അപ്പൊ ഇയല്ല വരണ്ടേ? ഞാനല്ല. ഓൻ ഇവിടെ അടിച്ചുപൊളി ഒരു പാട്ട് വെച്ചെടുത്തോ. ഇവിടെ വരും. ഒരു പാട്ട് വെച്ചു കൊടുക്കും. ഒരു അടിപൊളി പാട്ട് വെച്ചോടുക്കും. ഇന്നാലും വരും. ഇവിടെ ചങ്ങായിടാ, കമ്പനിക്കാരാ. ഇണക്കിളികൾ കുക്കുരുമാനായി ഇത മണിയറ കേറുന്നേ. ഇഷ്കിന്നിതളുകൾ വിരിയാനായി ഇനി ഞങ്ങൾ ആശംസ നേരുന്നേ. ഇണക്കിളികൾ നെഞ്ഞൊന്തി പോണ്ട. ആരാണ്? മിമിക്രിയിൽ എന്റെ ഗുരുവാണല്ലേ? ബെൻ പറഞ്ഞാല് ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാൻ ഇവനായിട്ട്. ഇവൻ പറഞ്ഞാല് ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയാണ്. ഞാൻ പറയും ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കല്ലോ. ഇവന്റെ അടുത്ത കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല. ഇവന്റെ വീട് എന്റെ വീടല്ല. എന്റെ വീട് ഇവൻ കിടന്നുറങ്ങണ എന്റെ പായൽ ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് അങ്ങനത്തെ ബന്ധാണ് ഞാൻ. പേരെന്താ? അല്ല, ഞാൻ പറയടാ. അത് ഞാൻ പറയട്ടെ. എന്താ പേരെന്താ? ബെന്റെയോ? എന്റെ പേരെന്തേനാടാ? എന്റെ പേരെന്തേ? എല്ലാ കുട്ടിയാണല്ലോ ആളെ വിളിച്ചാൽ ഇൻസൾട്ടർ ആക്കുക. അവിടെ കുട്ടികളൊന്ന് ഇൻസൾട്ടർ ആക്കണെങ്കി ഇതിന്റെ ആളാണ്. മിമിക്രിന്റെ ടോപ്പ്. അത് ശരി. ഇഷ്ടംപോലെ ഒരളുണ്ടാക്കുന്ന ആളല്ലേ? ഒരലല്ലോ, ഒലക്ക ഉണ്ടാക്കുവോ? ചെങ്ങായി, നമ്മള് കൊരലും കൂറ്റന്നെ എടുക്കൂലേ? കൂറ്റൊക്കെ എടുക്കൂലേ? കൊരലും കൂറ്റോ? എന്താ മിമിക്രിന്റെ പറയില്ലേ? വോയിസിനാ പറയുന്നത്. നമ്മളെ യോപ്രോട്ടീൻ നമ്മളെ ഉൾനാടാണുള്ളവര്. ഉൾനാട് ലോക്കൽസ് ആണ്ടാ. സിറ്റി ഏരിയയിലേക്ക് വരും. സിറ്റി ഏരിയ. ഓ, അത് ശരി. ഇയാളെ സൗണ്ട് ഉണ്ടാക്കും. മറ്റേ ഇടയ്ക്ക് പീഡിയന്റെ അയാളെ പേരെന്താ? വയസ്സായിട്ട് ഒരാളില്ലേ? കഷന്റെ ആയിട്ട്. അല്ലു അർജുൻ അല്ലടാ. മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും. അവരുമായിട്ട് സംസാരിക്കണം. ചില്ലറ കാര്യല്ലടാ. ഞാനാണ് കറക്റ്റ് ഉണ്ടാക്കണേ. ഞാനാണ്.
ചില ആളാളെ ഇന്നെ കൂട്ടിക്കൊണ്ടൊന്നും എനിക്ക് വലിയ ആളെ മെയിൻ ആവുകയാണെങ്കിൽ ഒക്കൊട്ടിയെ ബന്ധം എടുക്കുമ്പോ ഞാൻ അത് പറയാന്നാല് മുരളീന്റെ കുരലെടുക്കും പിന്നെ അനൗൺസ് ചെയ്യുമ്പോ ഞാൻ മുരളിന്റെ കുരലെടുക്കും, ശബ്ദം എടുക്കും. ഞാൻ അത് പറയാന്നാല് മുരളീന്റെ അത് നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ, മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ഭരത് മുരളി. ചെമ്പക്കുളം തച്ചൻ, അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി. ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുക. എന്താ ഇവിടെ വർക്ക് ചെയ്യാൻ സമ്മതിക്കൂലേക്ക് ഇവിടെ ഇന്ന് ഉയരത്തിക്ക് സമ്മതിക്കാതെ ഇന്ന ഫീൽഡിൽ നിന്ന് ഔട്ടാക്കലാക്കി ഈ ഒരു വർക്ക് ഇന്ന ഒരു വർക്ക് എന്താ ഈ സമ്മതിക്കാത്ത ഇവനറിയോ? ഇവ നമ്മളെ പെരയിൽ മീൻ പൊരിച്ചതിനെ മാൻ വരുമ്പോ നമ്മളെ പെരലേ പാഞ്ഞു വരുന്ന രണ്ടൈത പൊരിച്ചൊക്കെ മിണിക്കാൻ എന്റെ പെരല് എന്നിട്ട് നമ്മളെ ബാപ്പൊക്കെ വെച്ച രണ്ട് പിന്നാളെ കഞ്ഞാളെ കട്ടുകൂട്ട കള്ളനാണ് പേ. എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിലിന്റെ ഉള്ളിൽ ഞാൻ നിലത്താണ് കിടക്കുക. ജയൻ വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്നൊരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ച ഒരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ ഡയലോഗ്. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചു. ഈ കത്തുന്ന വിളക്കിന് മുന്നിൽ ഞാൻ സത്യം ചെയ്യുകയാണ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചെങ്കിൽ എല്ലാ 10,000 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ തരത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ദാഹിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷ്ടാണ് ഒറിജിനലായിട്ട് ചെയ്തത്. ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി നോക്കുക. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് മധുസാറി വെച്ചാൽ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മ. ഇത് ജയൻ സാറി വെച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് സുരേഷ് ഗോപിയോടും ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാഷ് കൂളായിട്ട് നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ അമ്മ എനിക്ക് വേണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്കാം നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മ എനിക്ക് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. എന്റെ അമ്മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ല, പെൺകുട്ടികളായാൽ പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ.
ഇതേപോലെ തന്നെയാ കരയുക. അന്തപ്പുരം എന്ന ഈ ശബ്ദം മറന്നു പോകാം നിങ്ങളിരുന്ന്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് നോക്കാം. ബാബു അല്ല എന്താ പറയണേ, രാജൻ ഞാൻ നിന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക. പിന്നെ നസീർ സാറ് ബാബു ബാബു ബാബു. ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്. ഓർമ്മ ഉണ്ടെന്നറിയില്ല, ചെയ്തു നോക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും അതെന്താ വിഷ്ണു? അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, സാറേ നിങ്ങൾ ആഗ്രഹിക്കുന്ന മമ്മൂക്ക അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഉടനെ വേദിയിലെത്തുന്നതാണ്. ഓക്കെ. മലയാള സിനിമയിലെ ജനപ്രിയ നായകൻ മമ്മൂക്ക അവിടെ റെഡിയാകുമെന്ന്. യെസ്, മമ്മൂട്ടി വരും. മലയാളത്തിന്റെ ഇപ്പോഴും കോളേജ് കുമാരികളുടെ ഗ്ലാമർ താരം ശ്രീ മമ്മൂക്ക തന്നെയാണ്. നല്ലൊരു കൈഡി മമ്മൂക്കയ്ക്ക് കൊടുക്കാം. താങ്ക് യു. മലയാളത്തിന്റെ ജനപ്രിയ നായകൻ ശ്രീ ദിലീപിന്റെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ്. സൗണ്ട് ചെയ്യുന്നേട്ടാ. ദിലീപേട്ടന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നന്നാവുകയാണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞോട്ടെ. അർപ്പിക്കല്ലേ, തെറ്റിപ്പോവും. പരിഹസിക്കരുത്. എനിക്ക് കുട്ടിയെ ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി, ഒരുപാട്. ലാലേട്ടനല്ല, ദിലീപ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയൂ. എനിക്കിഷ്ടമല്ല അങ്ങനെ പറയരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലേട്ടാ. ആശാരിപ്പണിക്ക് വന്നേ. കുട്ടിയുടെ ഈ കണ്ണും ഈ മൂക്കും ഈ ചുണ്ടും ഒക്കെ സ്വന്താക്കി ഞാൻ പോട്ടെ പപ്പയെടുത്തി. താങ്ക് യു. തമിഴ് സിനിമയിലെ പഴയ ഒരു കോമഡി താരമാണ് ശ്രീ സെന്തിൽ. എല്ലാവർക്കും അറിയാമോ? ഒരുപക്ഷെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകും. തമിഴ് സിനിമയിലെ പഴയ കോമഡി താരം ശ്രീ സെന്തിൽ. ஐயோ என்ன சொல்லுங்க, நான் 7th கிளாஸ் பாஸ் பண்றேன், நீ 10th கிளாஸ் ஃபெயில் பண்றே. பாஸ் பெருசா ஃபெயில் பெருசா, பாஸ் நீ பெருசா பண்ணீங்களா? ஐயோ. താങ്ക് യു. മാപ്പിള പാട്ടുകൾ പാടി അദ്ദേഹം കഴിവ് തെളിയിച്ചു. ആരാ വരുന്നുണ്ടത്? അദ്ദേഹം കഴിവ് തെളിയിച്ചു. പക്ഷേ അദ്ദേഹം അഭിനയിച്ച ഒരു ആൽബം ഉണ്ടല്ലോ, അത് ലോക മലയാളികൾ കണ്ട് കൈയടി ഏറ്റുവാങ്ങിയ ഒരു ആൽബമാണ്. അദ്ദേഹം ജീവനോടെ ഇവിടെ ഇരിപ്പുണ്ട്, ഈ വേദിയിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ജീവനോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അബി അനുകരിക്കുകയാണ്. അത് ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന്റെ രൂപവും സാദൃശ്യവും ജീവനും ഉണ്ടെങ്കിൽ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. അത് ആരാണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഒറ്റ നോട്ടത്തിൽ തന്നെ നിന്നെ പിടിച്ചു പെണ്ണേ ചക്കന് പിടിച്ചു പെണ്ണേ. അറ്റമില്ലാത്ത സ്നേഹം നീ അറിയും പൊന്നേ
താങ്ക് യു. ശ്രീ താജുദ്ദീൻ വടകരെ അതിമനോഹരമായിട്ട് അനുകരിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. നന്നായെങ്കിൽ കൈയടിക്കണം. താങ്ക്സ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇല്ലേ, പോയോ? പാവം, സാരമില്ല. ഓക്കെ, ഇനി നമ്മുടെ മമ്മൂട്ടിയും മോഹൻലാലും വേദിയിലെത്തും. അതിനു മുമ്പ് 1-2 പാട്ടുകൾ കൂടി. ഓക്കെ ദെൻ, താങ്ക്സ്. ഹലോ ചേട്ടാ, അല്ല ഒന്നും പറയാ. ഒരു അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന്. എങ്ങനെ? ചേട്ടാ, ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ. അത് തന്നെ ചാനലിന്റെ. അത് ശരി, അങ്ങനെ കേട്ടിട്ട് അങ്ങോട്ട് വന്നു. അങ്ങനെ കേട്ടിട്ട് വരുമ്പോ ആദ്യം എന്തെങ്കിലും ഒന്ന് പറയണം. പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾ ചെയ്താണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്താണ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ ചേട്ടാ, ഇതൊന്നും അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മിമിക്രിയാണ്. അതെ, മിമിക്രി. അതെ. അപ്പൊ ചേട്ടാ, എന്താ പേരെന്താ? എന്റെ പേര് കുഞ്ഞാലി. കുഞ്ഞാലി എവിടെയായിരുന്നു? ബംഗാളി. ബംഗാളിന്ന്. എന്താ ജോലി? എന്താ? കന്നാലിന്റെ പണിയാണ്. കന്നാലിന്റെ പണിയല്ലേ? അത് കണ്ടപ്പോ 10 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് 20 വർഷമായിട്ട് വാർക്കപ്പണിന്റെ കൈപ്പണിയായിട്ട് നടക്കുകയാണ്. ആ, എന്താ ചേട്ടാ മെയിൻ പണിക്കാരനാവാത്ത? എന്താ മെയിൻ പണിക്കാരനോ? മെയിൻ പണിക്കാരനാണെങ്കിൽ വെയിൽ കൊള്ളണം. വെയിൽ കൊള്ളണം. അതിന് പിന്നെ പണിക്കാരെ കണക്കെടുക്കണം. കമ്പീന്റെ കണക്കെടുക്കണം. ഇതൊന്നും പോരേക്ക് 10-50 ആളെ കൂടി വൈകുന്നേരം കണക്കാരനോടൊക്കെ ഞാൻ ഒപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ടു. വൈകുന്നേരം കൂലി ഒന്നിച്ച് തരുമ്പോ ഇത് കണക്കൂട്ടി കൊടുക്കാൻ തരാനാണ് ഏറ്റവും വലിയ പാടല്ലേ? വൈകുന്നേരമാകുമ്പോ രാവിലെ തൊട്ട് വൈകുന്നേരമാകുമ്പോ കുത്തിന്റെ അടി കൂടെ ഇങ്ങനെ കറങ്ങി കളിച്ചാല് 10-70-50 ഉറുപ്പിയും ചെലവും കിട്ടുമല്ലോ. ഇതാവുമ്പോ വൈകുന്നേരം വരെ കുത്തിന്റെ അടി കൂടി തിരിഞ്ഞു കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂലി കിട്ടും. മറ്റേതാവുമ്പോ ടെൻഷനാണെന്ന്. ഓക്കെ 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 ചേട്ടാ, പിന്നെന്താന്നറിയോ, ഈ ബംഗാളീസ് ഉണ്ടല്ലോ, ബംഗാളീസ് വന്നുകൊണ്ട് നമ്മുടെ പണി കൂടുതലാണ് കുറവാണ്? കൂടുതലാണ്. പണി കൂടുതലാണ്. പക്ഷെ എല്ലാരും പറയുന്നത്, ഇവിടെയുള്ള എല്ലാരും പറയുന്നത് എന്താന്ന് പറഞ്ഞാല് ബംഗാളീസ് വന്നുകൊണ്ട് നമുക്ക് പണി കുറഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. പണി കൂടുതലാണ്. അതെന്താ പണി കൂടുതൽ? ഇങ്ങനെ പണിക്ക് പോവുക ബംഗാളീസിന്റെ കൂടെ പണിക്ക് പോവുക. എന്നിട്ട് അപ്പൊ ഞാൻ ചെയ്ത് അടിപൊളിയായിട്ട് 10-50 ചാക്കിന്റെ സിമെന്റ് ഒക്കെ ആയിട്ട് വാർപ്പം കഴിച്ച് അങ്ങനെ ക്ഷീണിച്ച് പുറേ വന്ന് കുത്തിരിക്കുക. അന്നേരം പെട്ടെന്നൊരു ഫോൺ കോള്. ശരി, വാർപ്പ് നന്നായിരുന്നു. ഈ വാർപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു കുപ്പീന്റെ പരിപാടി അതിനു വേണ്ടി വിളിച്ചതായിരിക്കും. അപ്പൊ അത് ചെന്ന് നോക്കിയതല്ലേ, കുത്തും വാർപ്പ കപ്പാട് നിലത്ത് കിടക്കുക. എന്താ സംഭവിച്ചു? സംഭവം എന്ന് പറഞ്ഞാല് ഞാള് അടിപൊളിയായിട്ട് വാർപ്പ് ചെയ്തല്ലോ. ഈ വാർപ്പിന്റെ മുകളില് ഈ പലകയുടെ മുകളില് കമ്പിയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്ന സംവിധാനം, പലകൊക്കെ അടിച്ച് കമ്പിയൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ വാർക്കുക. ഇതെന്ത് ചെയ്ത് ഇതെടുത്ത് കൊറേന്റെ വേഗം കൊണ്ടച്ച് അവിടെ കൊണ്ടച്ച് ഇത് ഇല്ലാണ്ടല്ലേ വാർത്തയും. ഈ കമ്പി കെട്ടാതെയാണ് വാർത്തത്. എന്നാ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണേൽ യാതൊരു സംശയമില്ല. മുതലാളി തന്നെ പാവപ്പെട്ടവനാണ്. നിങ്ങളെ മുതലാളി പാവപ്പെട്ടവനാണ്. അത് ഇത് കണ്ടപ്പോ മനസ്സിലായി അയാൾ അല്ലെങ്കിലും പാവപ്പെട്ടവനായിപ്പോവും. എന്നിട്ട് അങ്ങനെ ഇപ്പൊ നമ്മളെ അയൽവക്കത്ത് വേറൊരു കൊറേന്റെ വീണിട്ട് ആടെയാണ് വെച്ചു. നിങ്ങൾ അയൽപക്കത്ത് വേറൊരു പുര ഇതുപോലെ വീട്ടുണ്ട്, അവിടെയാണുള്ളത്. അങ്ങോട്ട് വിളിക്കും. എന്നാ പിന്നെ മൂപ്പർക്ക് പണി തീരാത്ത നേരം ഉണ്ടാകില്ല. നിങ്ങളെ വിളിക്കും. എന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് ഇനി അടുത്ത വീട് കൂടി വീട്ടു പോകണം. ചേട്ടാ, ഇത് വാർക്കപ്പണിക്കാർക്കുള്ളതല്ല, ഇത് മിമിക്സ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ചേട്ടാ, വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മിമിക്രി ചെയ്യോ? വെറുതെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. വെറൈറ്റി അതാണ് നമുക്ക് വേണ്ടത്. എന്താ ഉള്ളത്? എന്തായാലും മതി. അനുഭവിക്കാണ്. അനുകരിക്കാം. മിമിക്രി മിമിക്രി ചെയ്യാ. ഒരു ഗാനമേള തുടങ്ങുമ്പോ ഒരു വെസ്റ്റേൺ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. മ്യൂസിക് കാര്യങ്ങളുണ്ട്. അതൊന്ന് കൈയടിക്കണേ. കൈയടിക്കും.
അത് വളരെ വെറൈറ്റി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ളത്? വെറൈറ്റി, അതാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഈ പഴയ കാലത്ത് മരത്തിന്റെ കപ്പി ഉപയോഗിച്ചുകൊണ്ട് കിണറിൽ നിന്ന് വെള്ളം ചെറിയ കുട്ടികൾ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതിന് ജയൻ വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്ന ഒരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചൊരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈയടിക്കണം കേട്ടോ. വേറൊന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ ഡയലോഗ്. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചു. ഈ കത്തുന്ന വിളക്കിന് മുന്നിൽ ഞാൻ സത്യം ചെയ്യുകയാണ് സിനിമ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചെങ്കിൽ എന്നാൽ 1000 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സിനിമ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ദാഹിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷ്ടാണ് ഒറിജിനലായിട്ട് ചെയ്തത്. ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേംനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കാം. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് മധുസാരി വെച്ചാൽ കണ്ടാവും. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മ. ഇത് ജയൻ സാറി വെച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് സുരേഷ് ഗോപിയോടും ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. പക്ഷെ ഇതേപോലെയൊന്നുമല്ല സത്യമാഷ് കൂളായിട്ട് നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ അമ്മ എനിക്ക് വേണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്കാം എന്നൊക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം തമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മ എനിക്ക് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്. ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ് അദ്ദേഹം. ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. എന്റെ അമ്മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ലേ, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന് ഈ ശബ്ദം മറന്നു പോകുന്നത് നിങ്ങളിടുന്ന്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് നോക്കാം. ബാബു അല്ല പറയാണ്, രാജൻ ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക. പിന്നെ നസീർ സാറ് ബാബു ബാബു ബാബു. ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഓർമ്മ ഉണ്ടെന്നറിയില്ല, ചെയ്തു നോക്കാം.
കാര്യങ്ങൾ ഇത്ര നിസ്സാരായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും അതല്ലോ വിഷ്ണു. അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാല് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, സാറേ, Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്മസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ? മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. 11:30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര
ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം Wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്മസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ? മോനെ, മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ, മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. 11:30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കുടുംബത്തിൻ കൂട്ടാണെന്നും അതിരില്ലെവിടെ മതിലില്ലെവിടെ ഒന്നാണെല്ലാരും. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര.
ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം സോങ്ങിന് ശേഷം ഇനിയും വീണ്ടും ചിരിപ്പിക്കാൻ എത്തുന്നു രമേശ് പിഷാരടി ആൻഡ് ധർമ്മജൻ. പഴയകാല സൂപ്പർ ഹിറ്റ് മലയാള ചലച്ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗം പുറത്തു വരുന്നത് ഇപ്പോഴത്തെ ഒരു പതിവ് കാഴ്ചയാണ്. സേതുരാമയ്യരും ടു ഹരിഹർനഗറും ഒടുവിലിത സാഗർ ഏലിയാസ് ജാക്കി നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ ഇവിടെ ഒരു പഴയകാല കഥാപാത്രം രണ്ടാം ഭാഗവുമായി നിങ്ങളുടെ മുന്നിലെത്തുകയാണ്. മറ്റാരുമല്ല, ചെമ്മീനിലെ പരീക്കുട്ടി. പരീക്കുട്ടി ഈസ് റീലോഡഡ്. കറുത്തമ്മേ, എടി കറുത്തമ്മേ, നേരം വെളുത്തോന്ന് നോക്ക് കറുത്തമ്മേ. വെളുത്തമ്മേ, നേരം വെളുത്തമ്മേ. എന്റെ ഈശ്വര, രക്ഷിക്കണേ എന്നെ മാത്രം. തുറയിലെങ്ങും ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ, അച്ഛനുമില്ല അമ്മയുമില്ല. അയ്യോ, ഞാനിന്ന് അർമാദിക്കും. ഈശ്വര, എന്റെ കൊച്ചു മുതലാളിയുടെ എൻട്രി മ്യൂസിക് ആണല്ലോ ആ കേൾക്കുന്നത്. കറുത്തമ്മേ, അതെല്ലാം പഴയ കഥ. ഇനി വരുന്നത് ഒരു പുതിയ പരീക്കുട്ടിയാണ്. യെസ്, പരീക്കുട്ടി ഈസ് റീലോഡ്. കൊച്ചു മുതലാളി പുതിയ രൂപത്തിലും ഭാവത്തിലുമാണെന്ന് പറഞ്ഞിട്ട് പഴയ മുഷിഞ്ഞ മുണ്ടും ഷർട്ടും തന്നെയാണല്ലോ ധരിച്ചിരിക്കുന്നത്. കരുത്തമ്മ, മ്യൂസിക് മാത്രമേ കാസറ്റ് കടയിൽ നിന്നും കിട്ടിയുള്ളൂ. മോഹൻലാൽ ഇട്ട പാന്റ് ഷർട്ടും ഒന്നും അവന്മാര് തന്നില്ല. ഇന്നാ ഇത് കടലമ്മയ്ക്ക് കൊടുക്ക്. കടലമ്മയ്ക്ക് കൊടുക്കാനോ? എന്ത്? അതല്ല, ഈ കടല നിന്റെ അമ്മയ്ക്ക് കൊടുക്കാൻ. മൊച്ചു മുതലാളി. അല്ല, കൊച്ചു മുതലാളി. കരുത്തമ്മ, നീ എന്നെ വിട്ടു പോയാൽ ഞാൻ ഈ കടാപ്പുറത്ത് കൂടെ പാടി പാടി ചങ്ക് പൊട്ടിച്ചാകും. അരുത് മുതലാളി, അരുത്. അതിനു മുമ്പ് നാട്ടുകാര് നിങ്ങളെ തല്ലിക്കൊന്നോളും. ഒരു വശത്ത് FM റേഡിയോക്കാരെ കൊണ്ടുള്ള ശല്യം, മറുവശത്ത് കൊച്ചു മുതലാളിയെ കൊണ്ടുള്ള ശല്യം. കരുത്തമ്മേ, എന്റെ കൊച്ചു മുതലാളി. ഈ വിളി കാരണമാണ് ഞാൻ വണ്ണം വെക്കാത്തത്. കൊച്ചു മുതലാളി, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. എന്നെയാണോ? അല്ല, വലിയൊരു സുനാമി. കറുത്തമ്മേ, ആരുടെ സുനാമിയാടി നീ സ്വപ്നം കണ്ടത്? ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഒരു സുനാമിക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. കൊച്ചു മുതലാളിക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമാണോ? തീർച്ചയായും. അയ്യോ, കൊച്ചു മുതലാളിയുടെ കൈക്ക് ഇതെന്ത് പറ്റി? ഇന്നലെ മീൻ പിടിക്കാൻ പോയപ്പോ ഒരു നത്തോലി മീൻ എന്നെ ആക്രമിച്ചു. അതിനെ നത്തോലി മീൻ ആക്രമിക്കുമോ? കരുത്തമ്മ, ഒരൊറ്റമുണ്ട് മാത്രം ഉടുത്ത് കുളത്തിലിറങ്ങി നിന്നു നോക്കണം. അപ്പോഴറിയാം നത്തോലി മീനിന്റെ ആക്രമണം. പക്ഷേ അവറ്റകൾക്ക് എന്നെ തോൽപ്പിക്കാനായില്ല. കാരണം പരീക്കുട്ടി ഈസ് റീലോഡഡ്.
എങ്ങനെയുണ്ട് എന്റെ ഈ പുതിയ സ്റ്റൈൽ? വേണ്ട എങ്ങോട്ടാണ് ഓടുന്നത്? വേണ്ട കൊച്ചുമുതല, ഞാനല്ലേ വിളിക്കുന്നത്? അയ്യോ കറുത്തമ്മേ, ഇങ്ങ് അടുത്ത് വരൂ. വാ, വണ്ടിക്കാശ് മുതലാക്കട്ടെ. വേണ്ട കൊച്ചുമുതല, വരാൻ. വേണ്ട കറുത്തമ്മ,